കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഇന്ന് വരെ സാക്ഷ്യം വഹിക്കാത്ത വിധം കടുത്ത ഭരണവിരുദ്ധ വികാരത്തിലൂടെയാണ് LDF സർക്കാർ കടന്നുപോകുന്നത്. ചെങ്കൊടി പുതച്ചൊരു ഭരണകൂടം, പക്ഷേ പ്രവർത്തിക്കുന്നത് കോർപ്പറേറ്റ് ശൈലിയിലാണ്. നയിക്കുന്നതാകട്ടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, പക്ഷേ രീതികൾ ഏകാധിപതിയുടേത്. സ്വന്തം ഘടകകക്ഷിയായി CPI തന്നെ ഉയർത്തിയ ഈ വിമർശനം പിണറായി സർക്കാരിന്റെ വീഴ്ചകളുടെ ആഴം വ്യക്തമാക്കുന്നു. ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് തോൽവിയുടെ അവലോകനമല്ല, മറിച്ച് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ അധികാര ഗർവ് കൊണ്ട് കേരളം കെട്ടിപ്പടുത്ത ഇടതുപക്ഷ മൂല്യത്തിൽ എങ്ങനെ തകർത്തെറിയപ്പെട്ടു എന്നതിന്റെ കൃത്യമായ വിചാരണയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം മുതൽക്കേ PR ഏജൻസികൾ കൊട്ടിഘോഷിച്ച വിശേഷണമായിരുന്നു ക്യാപ്റ്റൻ. എന്നാൽ ഇന്ന് ആ ക്യാപ്റ്റൻ കപ്പലിലെ സഹയാത്രികരെ പോലും ശ്വാസം മുട്ടിക്കുന്ന ഒരാളായി മാറിയിരിക്കുന്നു എന്നാണ് CPI സംസ്ഥാന കൗൺസിൽ റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. മന്ത്രിസഭാ യോഗങ്ങളോ മുന്നണി യോഗങ്ങളോ വെറും പ്രഹസനമായി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങളിൽ ഒപ്പിടുക എന്ന ജോലി മാത്രമാണ് മറ്റു മന്ത്രിമാർക്കുള്ളത്. മുഖ്യമന്ത്രിയെ തിരുത്താൻ പാർട്ടിയിലോ മുന്നണിയിലോ ആരുമില്ല എന്ന CPI ജില്ലാ സെക്രട്ടറിമാരുടെ തുറന്നടി കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളെ ഞെട്ടിക്കുന്നതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകേണ്ട കൂട്ടായ തീരുമാനങ്ങൾക്ക് പകരം അവിടെ ഒരാൾക്ക് മാത്രം കൽപ്പിക്കുകയും മറ്റുള്ളവർക്ക് അനുസരിക്കുകയും ചെയ്യുന്ന ഏകാധിപത്യ ശൈലിയാണ് നിലനിൽക്കുന്നത്. പിണറായി വിജയൻ എന്ന ഭരണാധികാരി കേരളത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ ദുരന്തം അതിന്റെ സാമ്പത്തിക തകർച്ചയുമാണ്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഏകദേശം 1.5 ലക്ഷം കോടി രൂപയായിരുന്ന സംസ്ഥാനത്തിന്റെ പൊതുകടം ഇന്ന് 4 ലക്ഷം കോടി എന്ന ഭയാനകമായ അവസ്ഥയിലേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു. കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ലക്ഷങ്ങളുടെ കടക്കാരനായി മാറുന്ന ഈ അവസ്ഥയ്ക്ക് പിന്നിൽ സർക്കാരിന്റെ പിടിപ്പുകേടാണ്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നതും സർവകലാശാലകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ശമ്പളം നൽകാൻ പോലും പണമില്ലാത്ത അവസ്ഥയും പിണറായിയുടെ സാമ്പത്തിക മാനേജ്മെന്റിന്റെ പരാജയമാണ് വിളിച്ചോതുന്നത്. കടമെടുത്ത് ധൂർത്ത് നടത്തുകയും ആഡംബര യാത്രകൾക്കും പരസ്യങ്ങൾക്കുമായി കോടികൾ പൊടിക്കുകയും ചെയ്യുന്ന ഭരണാധികാരിക്ക് എങ്ങനെയാണ് പാവപ്പെട്ടവന്റെ സങ്കടവും ദുഃഖവും മനസ്സിലാകുന്നത്? മുൻപൊരു മുഖ്യമന്ത്രിയുടെ കാലത്തും ഉണ്ടാകാത്ത വിധം മുഖ്യമന്ത്രിയുടെ കുടുംബങ്ങൾക്കെതിരെ നേരിട്ട് അഴിമതി ആരോപണങ്ങൾ ഉയരുന്നത് കേരളം അമ്പരപ്പോടെയാണ് നോക്കിക്കണ്ടത്. കരിമണൽ കമ്പനിയായ CMRL നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാസപ്പടി കൈപ്പറ്റി എന്ന ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചു. സേവനം നൽകാതെ തന്നെ കോടിക്കണക്കിന് രൂപ പ്രതിഫലം കൈപ്പറ്റി എന്ന ആക്ഷേപം കുടുംബമടക്കി അഴിമതി നടത്തുന്നു എന്ന വിമർശനത്തിന് ആക്കം കൂട്ടി. ലൈഫ് മിഷൻ അഴിമതി, K-ഫോൺ പദ്ധതിയിലെ ക്രമക്കേടുകൾ, AI ക്യാമറ ഇടപാട് തുടങ്ങി സർക്കാരിന്റെ ഓരോ പ്രധാനപ്പെട്ട പദ്ധതികളിലും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരും കുടുംബാംഗങ്ങൾക്കും നേട്ടമുണ്ടാക്കിയെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ ഭരണകൂടത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് നാണം കെട്ട പരാജയം LDFന്റെ അടിത്തറ ഇളക്കിയിരിക്കുന്നു. വിലക്കയറ്റവും സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കിയതും സർക്കാരിനെതിരെയുള്ള രോഷമായി മാറി. വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നിലപാടുകൾ ഹൈന്ദവ വോട്ടുകൾ ചോരാൻ കാരണമായപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ നടത്തിയ നീക്കങ്ങൾ മതേതര വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി. വോട്ടർമാരെ വിഭജിച്ച് ഭരിക്കാനുള്ള പിണറായിയുടെ തന്ത്രം പാളിപ്പോയി എന്നാണ് CPIയുടെ കണ്ടെത്തൽ. ചുരുക്കി പറഞ്ഞാൽ CPI ഇപ്പോൾ പിണറായി വിജയനെ തീർച്ചയായും തടഞ്ഞിരിക്കുകയാണ്. പിണറായിയെ എങ്ങനെയെങ്കിലും LDFിൽ നിന്നും അടിച്ചു പുറത്താക്കാൻ ഇപ്പോൾ CPI തന്നെ വഴിവെട്ടിയിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്തും വരെ നന്ദി.